ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ അനന്തപുരി തറവാടാണ് കാണിക്കുന്നത്. അവിടെ എല്ലാവരും കണി കണ്ടുകൊണ്ടിരിക്കുക. അങ്ങനെ ഓരോരുത്തരായിട്ട് കണി കാണിക്കാനായിട്ട് കൊണ്ടുവരിക. ആദ്യം ആദർശ്, മുത്തശ്ശനും മുത്തശ്ശിയും, പിന്നെ ജയനും അങ്ങനെ എല്ലാവരും ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുക. ഈ സമയം എല്ലാവരും കണി കണ്ടു ഭഗവാനെ നോക്കി പ്രാർത്ഥിച്ചു. അപ്പോഴേക്കും മുത്തശ്ശൻ ചോദിക്കുക, അല്ല അനാമിക മോൾ എവിടെ എന്നും. അത് കേട്ടതും അനി, അവളെ അമ്മ വിളിച്ചതാ മുത്തശ്ശ, പക്ഷേ വിളിച്ചപ്പോൾ എഴുന്നേറ്റില്ല. പിന്നെ കണ്ണു തുറന്നിട്ട് അവൾ മേലേക്ക് നോക്കിയിട്ട് കുറച്ച് നേരം കൂടെ ഉറങ്ങണമെന്നും പറഞ്ഞ് വീണ്ടും കിടന്നുറങ്ങി എന്നും പറയണം. അത് കേട്ടത് മുത്തശ്ശന് ഭയങ്കര ദേഷ്യം വരിക. സാരമില്ല മോളെ, ഇപ്പം എന്ത് ചെയ്യാനാ, കിടന്നുറങ്ങിക്കോട്ടെ, ചെറിയ പെങ്കൊച്ചല്ലേ, അതായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ ഇങ്ങനെ സ്വയം സമാധാനിക്കുക. ഈ സമയം മുത്തശ്ശി, മോനെ സാരമില്ല, മുകളിലേക്ക് നോക്കിയെന്ന് കരുതി അത് തെറ്റൊന്നുമല്ല, പലരും അങ്ങനെയാണ്. വിഷുവിന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ മുകളിലേക്ക് നോക്കുന്നത് പതിവുണ്ട്. പിന്നെ അനാമികമുള്ള ചെയ്തു എന്ന് കരുതി അത് വലിയ തെറ്റൊന്നുമല്ല. എന്തായാലും വീട്ടിലൊരിക്കൽ വിഷുക്കണി കാണണം, അത്രയേ ഉള്ളൂ. അതിൻ്റെ പേരിൽ ഇനി വഴക്കും ബഹളങ്ങളൊന്നും വേണ്ട എന്നൊക്കെ മുത്തശ്ശി പറയുക. ഈ സമയമാണെങ്കിൽ അനാമിക ആരെയോ ബോധിപ്പിക്കാൻ വേണ്ടി അവിടെ നിന്ന് സ്വയം കണ്ണുപൊത്തി തപ്പിത്തടഞ്ഞ് സ്റ്റെപ്പ് വഴി ഇറങ്ങി വരിക. അമ്മേ എന്നെ ഒന്ന് പിടിക്കമ്മേ, എനിക്ക് കണ്ണ് കാണുന്നില്ലമ്മേ, എനിക്കും കണി കാണണം, അമ്മേ എന്നെ ഒന്ന് പിടിക്കി എന്നും പറഞ്ഞുകൊണ്ട് അനാമിക വരിക. പക്ഷെ ആരും മൈൻഡ് ചെയ്തില്ല, എല്ലാവരും ഭഗവാനെ നോക്കി നിൽക്കുക. ഈ സമയം താഴത്തെ സ്റ്റെപ്പ് എത്തിയതും അനാമിക കാല് തട്ടി താഴേക്ക് വീണു. അപ്പോഴേക്കും ജാനകി ഓടിച്ചെന്ന് അനാമികയെ തൂക്കിയെടുത്തു. മോളെ എന്തെങ്കിലും പറ്റിയോ മോളെ? ഏയ് ഇല്ലമ്മേ, എനിക്കൊന്നും പറ്റിയില്ല, ഞാൻ കണ്ണും തുറന്നില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് അനാമിക അവിടെ വലിയ ആളാവുക. ഈ സമയം അനാമികയുടെ കണ്ണു പൊത്തി ജാനകി അനാമികയെ കണി കാണിക്കുകയാണ്. ഈ സമയം അനാമിക ഭഗവാനെ തൊഴുതു. അപ്പോൾ എല്ലാവരും നോക്കി നിൽക്കുക. എല്ലാവരും ഭഗവാനെ തൊഴുതല്ലോ, ഇനി സന്തോഷത്തോടെ നമുക്ക് കൈനീട്ടം കൊടുക്കാം അല്ലേ എന്നും പറഞ്ഞുകൊണ്ട് വസുന്ധര മുത്തശ്ശിയോട് മുത്തശ്ശൻ പറയുക. അത് കേട്ടതും കൊടുക്കാം എന്നും പറയുകയാണ്. ഈ സമയം എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുക. അപ്പം അനാമികയുടെ കണ്ണ് അവിടെ ഭഗവാന് മുന്നിൽ വെച്ചിരിക്കുന്ന സ്വർണത്തിലേക്ക് പോവുക. ഓ ഈശ്വരാ, ഇവിടെ ഇരിക്കുന്നതൊക്കെ കൈനീട്ടമായിട്ട് തന്നിരുന്നെങ്കിൽ നല്ല ഉപകാരമായിരുന്നു എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക. ഈ സമയം ചെറിയൊരു കോയിനെടുത്ത് എല്ലാവർക്കും മുത്തശ്ശൻ കൈനീട്ടം കൊടുക്കുക. കൈനീട്ടം മേടിച്ചു കഴിഞ്ഞതും അനാമിക, ഇത് കൊലച്ചതിയായിപ്പോയി, എൻ്റെ വീട്ടിലായിരുന്നെങ്കിൽ ഒരു 10,000-2000 പ്രതീക്ഷിക്കായിരുന്നു, ഇതിപ്പോൾ മനുഷ്യൻ 1.5 പണി തന്ന അവസ്ഥയാണല്ലോ, എന്തൊരു കഷ്ടമായത്, ഈ പരട്ട കളവൻ എന്തോ ഒരു കൊയിനായിട്ട് തന്നിരിക്കുന്നത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അനാമിക ഇങ്ങനെ പിറുവിറുത്തോണ്ട് നിൽക്കുക. ഈ സമയം എല്ലാവരും കൈനീട്ടം മേടിച്ചു കഴിഞ്ഞു. കൈനീട്ടം മേടിച്ചു കഴിഞ്ഞതും ലാസ്റ്റായിട്ട് വസുന്ധര മുത്തശ്ശിക്ക് കൈനീട്ടം കൊടുക്കുക. എടോ, താൻ എൻ്റെ കയ്യിൽ നിന്ന് കൈനീട്ടം മേടിക്കാൻ തുടങ്ങിയിട്ട് എത്ര കൊല്ലമായിടോ? അത് കേട്ടതും അതിനെന്താ സംശയം, അരനൂറ്റാണ്ട് കഴിഞ്ഞു എന്നും മുത്തശ്ശി പറയുക. അത് കേട്ടതും അതെ, അത് ശരിയാ, ഇയാളെ ഞാൻ 18 വയസ്സ് കഴിഞ്ഞപ്പോൾ കെട്ടിക്കൊണ്ട് വന്നതാ, ഇപ്പോൾ വയസ്സ് 55 കഴിഞ്ഞു, 55 വർഷമായിട്ട് ഞാൻ ഇയാൾക്ക് കൈനീട്ടം കൊടുത്തുകൊണ്ടിരിക്കുക. അതിനുശേഷം എൻ്റെ കയ്യിൽ സ്വർണവും പണവും വന്ന് നിറയുമല്ലേ, അത് പിന്നെ പ്രത്യേകം പറയണോ? സ്വർണ്ണക്കട മുതലാളിയുടെ ഭാര്യയുടെ കയ്യിൽ പിന്നെ സ്വർണ്ണമല്ലാതെ പിന്നെ എന്തു വരാനാ അമ്മേ എന്നും ജയനും ചോദിച്ച് കളിയാക്കുക. ഇതൊക്കെ കേട്ട് എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുക. അതെ, ഇതുപോലുള്ള കാര്യങ്ങൾ ഇനിയും മുന്നോട്ട് നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടാവട്ടെ. ഇതുവരെയും പരസ്പരം തമ്മിൽ തല്ലിയും വഴക്കിട്ടും കഴിഞ്ഞവരൊക്കെ സന്തോഷത്തോടെ ജീവിക്കണം, കേട്ടല്ലോ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുക. ഈ സമയം അങ്ങനെ എല്ലാവരും ഇതൊക്കെ കണ്ടു. ഇതേ സമയം പിന്നീട് ഇനി നമുക്ക് മരുന്നാഘോഷം വേണ്ടേ? അതെ, കരിമരുന്നില്ലാതെ എന്ത് വിഷു, വാ എന്നും പറഞ്ഞ് അവരെല്ലാവരും പടക്കം പൊട്ടിക്കലും കമ്പിത്തിരി മത്താപ്പും ഒക്കെ കത്തിച്ചിങ്ങനെ സന്തോഷമായിട്ട് അനന്തപുരി തറവാട് ആഘോഷമാക്കുകയാണ്. ഇതേ സമയം പിന്നീട് നയനയുടെ വീട്ടിലാണ് കാണിക്കുന്നത്. നയനയുടെ വീട്ടിലും കണിയൊക്കെ കണ്ട് പടക്കമൊക്കെ പൊട്ടിച്ച് അവരും സന്തോഷത്തോടെ ഡാൻസൊക്കെ കളിക്കും. അപ്പോഴേക്കും നന്ദു ആണെങ്കിൽ ഒരു പടക്കം എടുത്തിട്ട് കനകയുടെ കാലിൽ അങ്ങോട്ട് ഇടുക. പടക്കം പൊട്ടിയതും കനക പേടിച്ചു പോയി. അയ്യോ എൻ്റെ അമ്മേ, പൊടി അവിടെ നിന്ന് എന്നെ പേടിപ്പിച്ച് കളഞ്ഞല്ലോ, ഇങ്ങനെയായിരുന്നെങ്കിൽ ഞാൻ വരില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കനക ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുക. ഈ സമയം സാരമില്ലമ്മേ, അവൾ കളിച്ചതല്ലേ, വാ അമ്മ വന്നേ, പൊടി, എനിക്ക് പേടിയാ, അല്ലെങ്കിൽ തന്നെ പടക്കം കാണുമ്പോഴേ പേടിയാ, അവൾ എൻ്റെ കാലിൻ്റെ ഇടയിലിട്ട് പൊട്ടിച്ചപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി, സാരമില്ല വാ അമ്മേ എന്നും പറഞ്ഞൊക്കെ അവരിങ്ങനെ പടക്കമൊക്കെ പൊട്ടിച്ചുകൊണ്ടിരിക്കുക. എന്തായാലും ഈ വിഷു അടിപൊളിയാ, നയനമോളുടെയും നവ്യമോളുടെയും ജീവിതമൊക്കെ മാറി മറിഞ്ഞു അല്ലേ മക്കളെ? അതെ അമ്മേ, ആ ഒരു സന്തോഷം ഞങ്ങൾക്ക് ഇപ്പോഴും ഉണ്ട്, ഒരുപാടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ നിൽക്കുവാണ്. ഈ സമയം പിന്നീട് നേരം നന്നായിട്ട് പുലർന്നു. ദേവയാനി കാലത്ത് തന്നെ അമ്പലത്തിലേക്ക് പോവുക. ദേവയാനി ക്ഷേത്രത്തിൽ പോയി ഭഗവാനോട് പ്രാർത്ഥിക്കുക. ഭഗവാനെ, കൃഷ്ണ, എൻ്റെ മരുമോൾക്ക് ഒരാപത്ത് സംഭവിക്കരുതേ, അവളെ സ്നേഹിക്കുന്ന എല്ലാവർക്കും നല്ലത് മാത്രം വരുത്തണേ, ആപത്തിൽ നിന്നും അപകടങ്ങളിൽ നിന്നും എൻ്റെ മരുമോളെ കാത്തോളണേ
എന്നൊക്കെ പ്രാർത്ഥിക്കുകയാണ്. ഈ സമയമാണെങ്കിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പോഴേക്കും ജാനകിയും ജലജയും കൂടെ വരുക. അച്ഛാ, അമ്മേ, അവരെവിടെ പോയെന്ന് വല്ല അറിവുണ്ടോ? ആര്? ഏട്ടത്തി. ഇതുവരെ അമ്പലത്തിൽ പോകുമ്പോൾ ഞങ്ങളെ വിളിക്കാതെ പോയിട്ടില്ല. ഇന്നത്തെ ദിവസം ഞങ്ങളെ കൂട്ടാതെ വന്നു. അതിൽ നല്ല സങ്കടം എനിക്കുണ്ട്. ഏട്ടത്തിക്ക് ഇപ്പം നല്ല മാറ്റമുണ്ട്. എപ്പോൾ അമ്പലത്തിൽ പോയാലും ഞങ്ങളെ വിളിക്കുന്നതാ. ഇപ്പം ഞങ്ങളെ വിളിക്കുന്ന പോലുമില്ല. തന്നിഷ്ടത്തിന് അങ്ങ് പോവുക എന്നൊക്കെ പറയണം. അത് കേട്ടതും കരൾ മാറ്റി വെച്ചതിന് ശേഷം ദേവയാനിക്ക് നല്ല മാറ്റമുണ്ട് അല്ലേ വസുന്ധര? അതെ, അത് ഞാൻ ഇദ്ദേഹത്തിനോട് പറയാനിരിക്കുമായിരുന്നു. എനിക്ക് എന്തായാലും സംശയമുണ്ട്, ഏട്ടത്തി ഒളിച്ചും പാത്തും മരുമോളുടെ വീട്ടിലേക്ക് പോകുന്നുണ്ടോയെന്ന്. അങ്ങനെ ഒരു സംശയം വേണ്ട. അങ്ങനെ അവൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവളുടെ മരുമകളെ സ്നേഹിച്ചു തന്നെയായിരുന്നു. പക്ഷേ അവള് നിങ്ങളെപ്പോലെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ലല്ലോ വീടിനകത്ത്. അവളുടെ ഇഷ്ടത്തിന് അമ്പലത്തിൽ പോകുന്നു. അമ്പലത്തിലല്ലേ പോകുന്നത്, വേറെ എവിടെയും പോകുന്നില്ലല്ലോ. അതിനെ വലിയ കുറ്റമായിട്ട് കാണുമെന്ന് വേണ്ട ജാനകി. പിന്നെ അവൾ അടുക്കളയിൽ കയറി എന്തോരം കഷ്ടപ്പെടുന്നുണ്ട്. നിങ്ങൾ ആരെങ്കിലും അവളെ സഹായിക്കുന്നുണ്ടോ? ഇല്ല. അവളെ ഒന്ന് സഹായിക്കാൻ വിളിച്ചാൽ പോലും നിങ്ങൾക്ക് ആർക്കും പോകാൻ പോലും കഴിയില്ല. പിന്നെ വല്ലപ്പോഴും ഒന്ന് നിങ്ങൾ അടുക്കളയിലേക്ക് ചെല്ലും. ജാനകി, ഇവള് പിന്നെ പണ്ട് മുതലേ കള്ളിയാ. അങ്ങനെയുള്ളപ്പോൾ നീ അങ്ങനെ ആയിരുന്നില്ലല്ലോ. നിനക്ക് എപ്പോഴും അടുക്കളയിലും സഹായമൊക്കെ ആയിട്ട് നിന്നിരുന്നതല്ലേ. ഇപ്പം നീ എന്താ അടുക്കളയിൽ പോലും കയറാത്തത്? അത് പിന്നെ എൻ്റെ മോളും മരുമോനും ഏത് നിമിഷവും എൻ്റെ മോനും മരുമോളും ഏത് നിമിഷവും പിരിയുന്ന അവസ്ഥയിലാണ്. എന്നിട്ട് പോലും ഇവിടെ അത് ആർക്കും ഒരു കൂസലുമില്ല. അങ്ങനെയുള്ളപ്പോൾ ഞാനെങ്ങനെയാ ഇങ്ങനെയൊക്കെ സന്തോഷിച്ച് അടുക്കള കയറുന്നത്? ഞാനാകെ ടെൻഷനിൽ നടക്കുക വെച്ചാൽ അതുകൊണ്ടാണ്. നിൻ്റെ മോനും മരുമോളും പിരിയുന്നുണ്ടെങ്കിൽ അത് നിൻ്റെ മരുമോളുടെ കയ്യിലിരിപ്പുണ്ടാ. അവൾ നന്നായിട്ട് കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും പിരിയേണ്ട ആവശ്യമൊന്നും വരത്തില്ല ജാനകി. നീ എന്തായാലും ഇങ്ങനെ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് നടക്കാതെ സ്വന്തം കാര്യം നോക്കി നടക്ക്. പിന്നെ ബാക്കിയുള്ളവരാരെ ഉപദേശിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല. ഞാൻ അങ്ങനെ ചെയ്യത്തുമില്ല. പിന്നെ ദേവയാനി അമ്പലത്തിൽ പോകുന്നുണ്ടെങ്കിൽ അത് അവളുടെ ഇഷ്ടം. ക്ഷേത്രത്തിൽ പോരുതെന്ന് പറഞ്ഞ് വിലക്കാനൊന്നും ഇത് ജയിലല്ലല്ലോ, വീടല്ലേ. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ അവളെ കുറ്റം പറയാൻ പറ്റുമൊന്നുമില്ല. ദേവയാനി ഇവിടെ ആർക്കും ഒരു ശല്യവും ചെയ്യുന്നില്ല. കരൾ മാറ്റിവെച്ചതിന് ശേഷം അടുക്കള കയറി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. എല്ലാവർക്കും വേണ്ടത് വെച്ച് വിളമ്പി കൊടുക്കുന്നുമുണ്ട്. അതൊന്നും മനസ്സിലാക്കാതെ നീയൊക്കെ ഇങ്ങനെ കുറ്റം പറഞ്ഞ് നടക്കാതെ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നോക്ക് ജാനകി എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി ഉപദേശിക്കുകയാണ്. ഇത് കേട്ടതും ജലജ, അല്ലെങ്കിലും അച്ഛന് ഏട്ടത്തിയാണല്ലോ ഇഷ്ടം. അങ്ങനെയൊന്നുമില്ല, ആരുടെ ഭാഗത്താണോ ന്യായം അവിടെ നിൽക്കും, അത്രയേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശൻ വഴക്ക് പറയുക. ഇത് കേട്ടതും ജാനകിയും ജലജയും അവിടെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കും. എന്താ ആലോചിച്ച് നിൽക്കുന്നത്? രണ്ട് പോകാൻ നോക്ക്. ക്ഷേത്രത്തിൽ പോകാൻ ഇറങ്ങിയതല്ലേ, ക്ഷേത്രത്തിലേക്ക് എന്നും പറയുക. ഈ സമയം അവർ രണ്ടുപേരും പോയി കഴിയുതും ഇവർ രണ്ടുപേരും ഇപ്പോൾ കുറച്ച് മാറിയിട്ടുണ്ട്. ജലജ പിന്നെ ആദ്യം മുതലേ അങ്ങനെയാ. ഇതിപ്പോൾ ജാനകിയും കൂടെ അങ്ങനെ ആവുമ്പോൾ എനിക്ക് നല്ല സങ്കടമുണ്ട് വസുന്ധരെ. എന്ത് ചെയ്യാനാ? കുടുംബത്തിൻ്റെ താളം മുഴുവനും തെറ്റിക്കിടക്കുക ഈ രണ്ട് പെണ്ണുങ്ങൾ കാരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ ഇങ്ങനെ നിൽക്കുക. ഈ സമയം പിന്നീട് അമ്പലത്തിലാണ് കാണിക്കുന്നത്. അത് മൂർത്തി സാറ് ക്ഷേത്രത്തിലേക്ക് വരുമോ എന്നും പൂജാരി ചോദിക്കുക. ഇല്ല സ്വാമി, അച്ഛന് വയ്യാത്തതല്ലേ, അതുകൊണ്ടിപ്പോൾ നേരം വെളുക്കൊന്നും വരുന്നില്ല. പിന്നെ ഞാൻ നേരം വെളുക്കുന്നതിന് മുമ്പ് ഇങ്ങ് പോകുന്നതാ. പിന്നെ അദ്ദേഹത്തിൻ്റെ പേരിൽ വഴിപാട് കഴിക്കാൻ വസുന്ധരാമ്മ വിളിച്ചു പറഞ്ഞായിരുന്നു. അതുകൊണ്ട് കഴിപ്പിച്ച് വെച്ചിട്ടുണ്ട്. രസീതും മറ്റും തന്നു വിടട്ടെ? വേണ്ട, അത് വീട്ടിൽ നിന്ന് ജാനകിയും ജലജയും വരും. അവരുടെ കൈ കൊടുത്തു വിട്ടാൽ മതി. എനിക്ക് വേറെ 1-2 സ്ഥലങ്ങളിലും കൂടെ പോകാനുണ്ട് തിരുമേനി, അതുകൊണ്ടാ. എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് പൂജാരി അകത്തേക്ക് പോവുക. ഈ സമയം ദേവയാനി എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് മോളെ പോയി കാണണം, മോൾക്ക് കൈനീട്ടം കൊടുത്തിട്ട് അനന്തപുരിയിലേക്ക് തിരിച്ചു പോകണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ദേവയാനി നേരെ തൊഴുതിട്ട് വെളിയിലേക്ക് ഇറങ്ങി വരിക. പക്ഷെ ആദർശ് പിന്നാലെ പോയിട്ടുണ്ടായിരുന്നേ. ദേവയാനി അറിയാതെയാണ് ആദർശ് ഫോളോ ചെയ്ത് പോയത്. അമ്മ അപ്പം പറഞ്ഞത് സത്യമാണ്. അമ്മ ആദ്യം ക്ഷേത്രത്തിലേക്ക് തന്നെയാണ് വന്നത്. ഇത് കഴിഞ്ഞിട്ട് അമ്മ എങ്ങോട്ടാണ് പോകുന്നേ എന്നാലോചിച്ചുകൊണ്ട് ആദർശ് ഇങ്ങനെ മറിഞ്ഞു നിൽക്കുക. ഈ സമയം ദേവയാനി പെട്ടെന്ന് തന്നെ കാറിൽ കയറി അവിടെ നിന്നും നേരെ സ്ഥലം വിട്ടു. അങ്ങനെ പിന്നീട് നമ്മുടെ ദേവയാനി നേരെ ചെന്ന് നിൽക്കുന്നത് നയനയുടെ വീടിൻ്റെ മുറ്റത്താണ്. അതും ആദർശ് പിന്നാലെ ഫോളോ ചെയ്ത് പോയി കണ്ടു. അപ്പോൾ എല്ലാവരും കൂടെ എന്നെ പറ്റിക്കുമായിരുന്നു അല്ലേ? ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച എൻ്റെ അമ്മയും എൻ്റെ ഭാര്യയും എല്ലാവരും എന്നെ ചതിക്കുകയായിരുന്നു അല്ലേ? ഞാൻ പ്രതീക്ഷിച്ചില്ല, ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. നയനയെങ്കിലും എന്നോട് സത്യം പറയുമെന്നാണ് ഞാൻ കരുതിയത്. എന്നിട്ട് അവൾ പോലും എന്നെ ചതിച്ചല്ലോ ഈശ്വര. ഇതെനിക്ക് ക്ഷമിക്കാൻ കഴിയില്ല, ക്ഷമിക്കാനോ പൊറുക്കാനോ കഴിയില്ല എന്നും ആലോചിച്ചുകൊണ്ട് ആദർശ് അവിടെ നിന്നും കാർ എടുത്തുകൊണ്ട് പോയി. ഈ സമയം പിന്നീട് കാണിക്കുന്നത് നയനയാണ്. കോളിംഗ് ബെല്ലടിച്ചത് കേട്ടത് നയന വാതിൽ തുറന്നു. അമ്മേ, ഞാൻ അമ്മയെ കാത്തിരിക്കുകയായിരുന്നു എന്നും പറഞ്ഞ് കെട്ടിപ്പിടിച്ച് അമ്മയ്ക്ക് ഉമ്മയൊക്കെ കൊടുത്ത് സന്തോഷത്തോടെ അവരെ അകത്തിങ്ങനെ നിന്ന് സംസാരിക്കുക. അതെ, ഞാൻ എല്ലാവർക്കും വേണ്ടി ഈ കോയിൻ പൂജിച്ച് വെച്ചിരുന്നതാ, എന്നാ എല്ലാവരും മേടിച്ചോ എന്നും പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും കൈനീട്ടമൊക്കെ കൊടുക്കുക. അപ്പോൾ എല്ലാവരും ഭയങ്കര സന്തോഷത്തോടെ
കൈനീട്ടമൊക്കെ മേടിച്ചിങ്ങനെ നിൽക്കുക. എല്ലാവരും കാലിലൊക്കെ വീണ അനുഗ്രഹവും മേടിച്ചു. ഈ സമയം നവ്യ കാലിൽ വീഴാൻ പോകുമ്പോൾ വേണ്ട മോളെ വയ്യാത്തല്ലേ, അപ്പം നന്ദുവും കാലിൽ വീണ അനുഗ്രഹം മേടിക്കുക. നന്ദു മോളെ അനെ വിളിച്ച് ഹാപ്പി വിഷ് പറഞ്ഞായിരുന്നോ? ഇല്ല ഇല്ല വല്യമ്മേ, പറഞ്ഞില്ലല്ലോ. എന്നാൽ ഇനി അവൻ വിളിക്കുമ്പോൾ അവനോട് ചോദിക്കണം കേട്ടോ, കവളത്തൊരു പാട് വീണിട്ടുണ്ടോയെന്ന്. അത് കേട്ടതും നമ്മുടെ നന്ദുനാകെ ടെൻഷനായി. ഒപ്പം നയനയ്ക്കും അയ്യോ എന്താ ഉണ്ടായേ? ഇന്നലെ അർദ്ധരാത്രി കഴിഞ്ഞ് കയറി വന്ന് അവനെ ഞാൻ ചോദ്യം ചെയ്തു. ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞ ഉത്തരം കേട്ട് എനിക്ക് ദേഷ്യം വന്ന് കരണത്തിട്ട് 2 കൊടുത്തു. അത് കേട്ടതും ഈശ്വര എന്തിനാ തല്ലിയത്? തല്ലണ്ടായിരുന്നമ്മേ. തെറ്റ് പറഞ്ഞാൽ പിന്നെ തല്ലാതിരിക്കാൻ പറ്റുമോ മോളെ? എന്തിനാ നുണ പറയുന്നേ? ഉള്ളതുപോലെ അങ്ങ് പറഞ്ഞാൽ പോരായിരുന്നോ എന്നൊക്കെ പറയാണ്. ഈ സമയമാണെങ്കിൽ നമ്മുടെ നയന് ചോദിക്കുക, അല്ല അമ്മ എന്തും പറഞ്ഞ അനിയോട് ചോദിച്ചത്? ആര് പറഞ്ഞു എന്നാ പറഞ്ഞേ? കള്ളം ചെയ്യുന്നവരോട് 2 വാക്കുകൾ തറപ്പിച്ച് ചോദിച്ചാൽ പിന്നെ അവർ സത്യം നല്ലോണം പുറത്തേക്ക് തുറന്നു പറയും. അതുകൊണ്ട് ആര് പറഞ്ഞു എന്ന് പറയേണ്ട ആവശ്യമൊന്നും വന്നില്ല. അവൻ തന്നെ ഒരു തല്ലുകൊണ്ടപ്പോൾ സത്യങ്ങളൊക്കെ മണി പോലെ പറഞ്ഞു എന്നൊക്കെ പറയാം. എന്നാലും അപ്പോൾ നന്ദു നീ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല. ഇന്നലെ രാത്രി നീ അവനെ കാണാനാ പോയതല്ലേ? എടി നിന്നോടാ ചോദിച്ചത്, നീ അവനെ കാണാൻ എന്തിനടി പോയത്? എടി എന്തിനാ പോയെന്ന്. അത് കേട്ടത് വേണ്ട കനകെ, നല്ലൊരു ദിവസമായിട്ട് വഴക്കും പ്രശ്നങ്ങളും ഒന്നും വേണ്ട. എന്തായാലും നന്ദുമോൾ ഒതുങ്ങി തന്നെയാണ് പോകുന്നത്. അനിയാണ് അടങ്ങാത്തത്. അവൻ ഏതു നേരവും നന്ദുവിനെ വിളിച്ച് ശല്യം ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ടല്ലേ പെൺകുട്ടികൾ അങ്ങനെയാണ്. അവരെ വിളിച്ച് ശല്യം ചെയ്യുമ്പോൾ അവർക്കത് പേടിയും സംശയവും സങ്കടവും ഒക്കെയാവും. അതൊന്നും സഹിക്കാനാകാതെയാണ് അവർ ബാക്കിയുള്ള ഓരോ കാര്യങ്ങൾ തീരുമാനിച്ചിങ്ങനെ പിന്നാലെ ഇറങ്ങിപ്പോകുന്നത്. അതിനെ പെൺപിള്ളേരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പെണ്ണുങ്ങളുടെ മനസ്സങ്ങനെയാണ്. ആരെങ്കിലും ഒന്ന് ചിരിച്ചു കാണിച്ചാൽ അവിടെ ഇളകും, ആരെങ്കിലും ഒന്ന് സ്നേഹിച്ചാൽ അവിടെ വീഴും. അതാണ് പെണ്ണുങ്ങൾ എന്നാണുങ്ങൾ ആ അവസരം മുതലെടുക്കുമല്ലേ. അനിയും ഇവിടെ അത് തന്നെ ചെയ്തത്. മോളെ കല്യാണത്തിന് മുമ്പായിരുന്നു ഇങ്ങനൊരു സമരം നിങ്ങൾ നടത്തിയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ കല്യാണം നടത്താൻ എന്തെങ്കിലുമൊക്കെ ഒരു വഴി ഉണ്ടാക്കായിരുന്നു. ഞാൻ സമ്മതിച്ചില്ലെങ്കിലും അച്ഛനും അമ്മയൊക്കെ സമ്മതിക്കുമായിരുന്നു. പക്ഷേ ഇതിപ്പോൾ കല്യാണം കഴിഞ്ഞു പോയില്ലേ മോളെ, ഇനിയിപ്പോൾ അതിനെപ്പറ്റി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ. എന്തൊക്കെയായാലും അവരുടെ സന്തോഷവും അവരുടെ ജീവിതമാണ് നമുക്ക് വലുത്. അതുകൊണ്ട് അനിയും അനാമിക മോളും നല്ല സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടി മോളും മുന്നിൽ നിൽക്കണം. കേട്ടല്ലോ? അത് കേട്ടതും ശരി വല്യമ്മേ എന്നും സങ്കടത്തോടെ നന്ദു പറയുക. ഈ സമയം എന്നാൽ ഇനി വാമ വല്ലതും കഴിക്കാം. അയ്യോ മോളെ ഞാൻ പോട്ടെ, അല്ലെങ്കിൽ തന്നെ കാലത്തെ ക്ഷേത്രത്തിലേക്ക് പോകണമെന്നും പറഞ്ഞ് ഇറങ്ങിയത്. എല്ലാവരെയും വിളിച്ചോണ്ടാണ് എല്ലാ വർഷവും പോകുന്നത്. ഈ വർഷം ജാനകിയും ജലജയും ആദർശിനെ ഒന്നും വിളിച്ചിട്ടില്ല. അവർക്കത് സംശയവും, അല്ലെങ്കിൽ തന്നെ ആദർശിന് സംശയമുണ്ട്. എന്തൊക്കെയോ സംശയം അവൻ്റെ മനസ്സിൽ കയറി കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് പോയേ പറ്റൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേവേന ഇങ്ങനെ പോകാനൊരുങ്ങായി. സമയം പിന്നീട് വീട്ടിലാണ് കാണിക്കുന്നത്. എന്നാലും ഏട്ടത്തിക്ക് നല്ല മാറ്റമുണ്ട്. ഏട്ടത്തിക്ക് മാത്രമല്ല ആദർശിനും ഒരു ശ്രദ്ധയുമില്ല. ഇന്നലെ എന്നെ വിളിച്ച് കുറച്ച് കണക്കുകളൊക്കെ പറഞ്ഞു. ആ കണക്കുകളൊക്കെ തെറ്റിയും കുറച്ചോ പറഞ്ഞത്. അത് കേട്ടതും ഈശ്വര നല്ല ലാഭത്തോടെ കച്ചവടം നടന്നുകൊണ്ടിരിക്കുക. അങ്ങനെയുള്ളപ്പോൾ അവനിങ്ങനെ കണക്കുകൾ തെറ്റിച്ച് എങ്ങനെ ശരിയാവും? എനിക്കറിയില്ല. ആദർശന് എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. ഒരു ശ്രദ്ധയും അവനിപ്പോൾ ജോലിയിൽ കാണിക്കുന്നില്ല. മറ്റെന്തോ സങ്കടങ്ങൾ അവൻ്റെ ഉള്ളിലുള്ളതുപോലെയാണ് എനിക്ക് തോന്നിയത് ഏട്ടാ. എന്തായാലും ആദർശമം വരുമ്പോൾ ഏട്ടനൊന്ന് ചോദിക്കേ എന്താ പറ്റിയെന്ന്. ഞാൻ ചോദിച്ചാലും അവനിപ്പോൾ എന്നോടൊന്നും പറയാറില്ലല്ലോ അജയ. എന്ത് ചെയ്യാനാ? അവനും അവൻ്റെ ഇഷ്ടത്തിന് നടക്കുമല്ലേ. എല്ലാവരുടെ ഇഷ്ടത്തിന് നടക്കുക. മക്കള് പറക്കുന്നത് വരെയല്ലേ നമുക്ക് അവരെ സംരക്ഷിക്കാൻ പറ്റൂ. പറന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളവരെ സംരക്ഷിക്കാൻ പോയാലും തിരിച്ച് നമുക്കിട്ട് കൊത്തു കിട്ടും. അതുകൊണ്ട് ഞാൻ അതിനൊന്നും തലയിടാറില്ല ജയ. അത് പിന്നെ അനിയുടെ കാര്യം അങ്ങനെ തന്നെയാണ്. പിന്നെ അവനെ ഞാൻ കുറ്റം പറയില്ല. അവൻ ചില കാര്യങ്ങൾ പറയുന്നതിലും ചെയ്യുന്നതിലും ഒക്കെ സത്യമുണ്ടെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ അവനെ ഉപദേശിക്കാറുമില്ല. പിന്നെ ഇവിടെ ആദർശ് ഇങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ പിന്നിൽ എന്താണെന്ന് അറിഞ്ഞേ പറ്റൂ. ആദർശിന് ഇങ്ങനെ ഒരു തെറ്റ് പറ്റാത്തതാണ്. അവൻ്റെ മനസ്സിലെ ഈ വിഷമം എന്താണെന്ന് അറിയണം. അത് കേട്ടതും നമ്മുടെ മുത്തശ്ശൻ അതെ ജയ നീ ഒന്ന് മോനെ ഉപദേശിക്ക്. മോന് കുറച്ച് കാര്യങ്ങൾ അറിവോടുകൂടെ പറഞ്ഞു കൊടുക്ക്. എൻ്റെ അച്ഛ നല്ല കഥയായി. എന്നെക്കാളും നല്ല അറിവാണ് അവനോട് ഞാൻ എന്തായാലും കഥ പറയാൻ ചെന്ന് അവൻ എന്നെ ഉപദേശിക്കാൻ വരും. അങ്ങനെയുള്ളപ്പോൾ അവനെ എനിക്ക് ഉപദേശിക്കാൻ പറ്റുമോ അച്ഛാ? അത് ശരി തന്നെയാണ്. മകൻ അച്ഛനെ ഉപദേശിക്കുന്ന കാലമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കൂടുതൽ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എന്തായാലും ഞാനൊരു കാര്യം പറയാം. ആദർശിൻ്റെ മനസ്സിലെ വിഷമം എന്താണെന്ന് അറിഞ്ഞും കണ്ടും നമ്മളത് പരിഹരിച്ചേ പറ്റൂ എന്നൊക്കെ പറയുക. ഈ സമയം ആദർശ് വരിക. ആദർശ് വന്നതും എടാ മോനെ എന്താ നിൻ്റെ മുഖത്തൊരു വിഷമം? ഒന്നുമില്ല അച്ഛാ. അങ്ങനെയൊന്നും പറയണ്ട. എന്തൊക്കെയോ കാര്യമായിട്ടുള്ള പ്രശ്നം നിന്നെ അലട്ടുന്നുണ്ട്. ഇന്നലെ തന്നെ നീ ജ്വല്ലറിയിലെ കണക്കുകളൊക്കെ തെറ്റിച്ചാ പറഞ്ഞത്. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ തുറന്ന് പറയണം മോനെ. നിനക്ക് ആരോടെങ്കിലും ദേഷ്യമുണ്ടോ?
ഇനി നിൻ്റെ ഭാര്യ നയനയുമായിട്ട് നീ വല്ല വഴക്കിട്ടോ? അവളോട് ദേഷ്യമാണോ? നയനയോട് മാത്രമല്ല മറ്റു പലരോടും എനിക്ക് ദേഷ്യം ഉണ്ടാച്ചാ എന്നും നമ്മുടെ ആദർശ് അത് കേട്ടതും എല്ലാവരും ഞെട്ടലോടുകൂടെ ആദർശിനെ നോക്കുകയാണ്. അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കും. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ.